ഇപ്പോൾ ഈ 45-ാം വർഷമാകുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങളിലാണ് ഞങ്ങൾ സംയുക്ത തിരുനാൾ ആചരണത്തിൻ്റെ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുവരിക. ഒന്നാമതായിട്ട് തിരുനാൾ കൊടിയേറ്റ്. അത് തിരുനാളിന് 8 ദിവസം മുമ്പ് ഞായറാഴ്ച 3 ഇടവകളിലെയും വികാരിമാരും ഒപ്പം തന്നെ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഇവിടെയായിരുന്നു ആദ്യം. അത് രാവിലെ 7 മണിക്ക്. അതേ തുടർന്ന് സെൻറ്റ് മേരീസ് പള്ളി ലത്തീൻ പള്ളിയാണ്. ലത്തീൻ പള്ളിയിൽ 7:30. പിന്നെ 10:30 സിറോ മലങ്കര പള്ളിയിലും. അത് സംയുക്തതയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമതായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, എല്ലാ വർഷവും ചെയ്യാറുള്ളത്, തിരുനാളിൻ്റെ 3 ദിവസങ്ങൾ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായിട്ട് 3 ഇടവകകളും ഒന്നിച്ച് ചേർന്നുകൊണ്ട്, ഇപ്പോൾ ഈ പള്ളിയിലാണെങ്കിൽ സീറോ മലങ്കര സഭയിൽ നിന്നും അതുപോലെ ലത്തീൻ സഭയിൽ നിന്നുമുള്ള വിശ്വാസികളും അവിടുത്തെ വൈദികരും ഇവിടെ അതിഥികളായിട്ട് എത്തും. അപ്പോൾ ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാന ഒരിക്കലും സീറോ മലബാർ സഭയുടെ ആയിരിക്കില്ല. അപ്പോൾ അവർ ഇവിടെ അർപ്പിക്കുന്നത് ഈ വർഷം മലങ്കര കുർബാനയായിരുന്നു. മൂന്നാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്ന തിരുനാളിൻ്റെ സമാപന ദിവസമാണ്. ഈ വർഷം വൈകിട്ട് 5:30, സമാപന ദിവസം വൈകിട്ട് 5:30 പ്രദക്ഷിണം ഇവിടെ നിന്ന് ആരംഭിക്കും. അത് ലത്തിപ്പള്ളിയിൽ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ വിശ്വാസികൾ അവിടുന്ന് ഒരുമിക്കും. തുടർന്ന് മലങ്കരപ്പള്ളിയിൽ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ വിശ്വാസികളും ഈ ലൈനിൽ ഒത്തുചേരും. അപ്പോൾ ഞങ്ങൾ പൈങ്ങന വരെ അങ്ങനെ ഒന്നിച്ച് പോകും. അതിനുശേഷം തിരിച്ച് വന്ന് ലത്തിപ്പള്ളിയുടെ ഭാഗത്ത് എത്തുമ്പോൾ ഞങ്ങൾ ബൈപ്പാസിലേക്ക് പോയിട്ട് ഞങ്ങൾ പുത്തൻചന്ത വരെ ഒരുമിച്ച്